മോളെ ഇങ്ങനെ കരഞ്ഞോണ്ട് ചെയ്യാതെ ചിരിച്ചോണ്ട് ചെയ്യേ. ഒന്നുമില്ലല്ലോ, പുതിയ സ്കൂളിലോട്ട് പോവല്ലയോ. മോളെ ഇതുപോലെ മടക്കിയാ മതിയോ? വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് ഞാൻ താണ്ടിപ്പോ വയനാട്ടിൽ പോകുന്നത്. എനിക്ക് പോവണ്ട മോളെ. അങ്ങനൊന്നും പറയരുത്. പറഞ്ഞ സമയത്ത് പോയി ജോയിൻ ചെയ്തില്ല മോടെ പണി പോവും. ചേച്ചി പറയേണ്ടത് പറഞ്ഞേ. എടി നിനക്ക് വേണ്ടി അല്ലയോടി ഞാനിപ്പോ വയനാട്ടിൽ പോന്നെ. എനിക്ക് വേണ്ടിയോ? അല്ല എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടിയല്ലേ നിന്റെ സ്കൂളിൽ ഞാൻ വന്നത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ വയനാട്ടിൽ പോന്നെ. കണ്ണിച്ചോരി ഉണ്ടോടി ഇങ്ങനൊക്കെ പറയാൻ. നിന്നെ PT സാറല്ലേ വയനാട്ടിലോട്ട് തട്ടിയത്. അതിപ്പോ ഞാൻ തോയത്. ഓ നിനക്ക് വേണ്ടി ആ PT സാറിനെ ഒതുക്കാനല്ലേ ഞാൻ വന്നത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ വയനാട്ടിൽ പോകുന്നത്. അത് കൊള്ളാം. ഞാൻ നിന്നോട് പറഞ്ഞ PT സാറിനെ ഒതുക്കാൻ എന്റെ സ്കൂളിൽ വരാൻ. നീയല്ലേ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്ന PT സാറിനെ ഒതുക്കിയെന്ന്. എന്നിട്ട് അത് പിന്നെ നീ എന്നും രാത്രി വന്ന് PT സാറിന്റെ കാര്യം പറഞ്ഞ് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയ ആരായാലും ഇങ്ങനൊക്കെ പറഞ്ഞു പോകും എന്നായിരുന്നു. ബാക്കി പറ. നീയല്ലേ പറഞ്ഞ നീ എന്റെ സ്കൂളിൽ PT സാറിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് ചവിട്ടി തേച്ചെന്ന്. അതിനു വേണ്ടി നീ എന്നെ കൊണ്ട് ആരാണ്ടേക്ക് വെളുപ്പിച്ച് നിന്റെ സ്കൂളിൽ നിന്ന് എന്റെ സ്കൂളിലോട്ട് നിന്നെ കൊണ്ടുവച്ച് PT സാർ നിന്നെ എടുത്ത് വയനാട്ടിൽ കളഞ്ഞപ്പം അതല്ല എന്റെ മണ്ടായി. കൊള്ളാലോടി. അതൊക്കെ പോട്ടെ, വരാനുള്ളത് വഴി തങ്ങത്തില്ല. എന്തായാലും വന്ന് എന്തായാലും നിനക്ക് ശനി ഞായറൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാലോ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് 5 മണിക്ക് വരുന്ന എന്നോടാണോ നീ ഇങ്ങനെ പറയുന്നത്? ശനിയാഴ്ച ഞായറാഴ്ച വീട്ടിൽ നിൽക്കാലോ ഒന്ന്. ഇവിടെ നിന്നപ്പോ എന്ത് സുഖമായിരുന്നു. എന്നാ മോളെ ഇതെന്തുവാ? മോളെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ചെമ്മീൻ അച്ചാർ, അടുക്കള ചോരച്ചാർ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്തിനാ? അല്ല മോള് പോകുന്നിടത്ത് ആഹാരം പിടിച്ചില്ലേ, ഇത് തൊട്ട് നക്കിയാ മതി. തരലേ ഞാൻ കേരളം വിട്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ല. കേരളത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ കിട്ടുന്ന സാധനം തന്നെ പോലെ ഇത്. ഇതെന്തുവാ? മോളെ ട്രെയിൻ എപ്പോഴാ? 5 മണി. എങ്കിൽ മോളെ ഇറങ്ങിയാട്ടെ. ഓ തള്ളക്ക് എന്നെ പറഞ്ഞു വിട്ടോളാഞ്ഞ് വയ്യ. അല്ല മോളെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയത്. ഇതൊന്നും വേണ്ടല്ലോ. എന്തായാലും കൊണ്ടുവന്നില്ലേ, ഇവിടെ വെച്ചേരെ. അവിടെ പോയി തിന്നാലോ. റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയാ മതി. എന്തോ ഇത് മോളെ, ഈ ബാഗ് എടുത്ത് ചേച്ചി വണ്ടി കൊണ്ടുവെക്കട്ടെ? അയ്യോ വേണ്ട, സഹായിച്ചിടത്തോളം മതിയായി. ഇപ്പൊ ഞാൻ വയനാട്ടിലാണ് നിൽക്കുന്നത്. നീ ചെയ്തു തന്നാ പിന്നെ ഞാൻ കേരളത്തിന് പുറത്തു പോകും. അത് വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ മോള് വന്ന സ്കൂളിലെ കണക്കിന് വല്ല ഒഴിവുണ്ടേ പറഞ്ഞാ മതി. ചേച്ചി അങ്ങ് വന്നേക്കാം. നീ അവിടെ കാണാൻ വന്നാ പിന്നെ നമ്മള് തമ്മിലായിരിക്കും. പറഞ്ഞേക്കാം. എന്തിനാ സാറേ കസേരയൊക്കെ തുടങ്ങുന്നത്? അല്ല എനിക്ക് പകരം ഇവിടെ വേറൊരാളിരുന്നല്ല കുറച്ചാണ്. അപ്പൊ ഒന്ന് സാനിറ്റൈസ് ചെയ്യാന്ന് വെച്ച് കീടാണ് നോക്കി അങ്ങ് പോട്ടെന്നേ. ഒന്ന് നിന്ന ടീച്ചറെ. അനിയത്തി എന്താ പറയുന്നത്? അനിയത്തി സ്കൂളിൽ പോയോ? ടീച്ചറെ അടുത്ത പീരീഡ് എനിക്ക് 9F PT യാ. ടീച്ചർ പോയി കേറിക്കോ. വേണ്ട. കേറിക്കോ, ഞാനല്ലേ പറയുന്നേ. വേണ്ട. ടീച്ചർ കേറിക്കോന്നേ. വേണ്ട. വേണ്ടെങ്കി വേണ്ട. ടീച്ചർ എന്നാട്ടെ. സാറേ, നമ്മുടെ സംസ്ഥാന കായികമേളയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത ആഴ്ച. അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് ഓരോ ദിവസം ഓരോ ടീച്ചർമാർ പോട്ടെ. ഓ അതിന്റെ ആവശ്യമില്ല. എല്ലാരും എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഒരാള് മതി ഒരാഴ്ച. അതാര് പോവും? അതിനൊക്കെ ടീച്ചർമാർ ഇവിടെ ഉണ്ടെന്നേ. സാറിന്റെ ഇഷ്ടം. അടുത്ത ആഴ്ച ലീവ് എടുത്തേ പറ്റൂ. അല്ലേ എനിക്ക് പണിയാ.